നമസ്കാരം, ഞാൻ ഡോക്ടർ സജികുമാർ, ഓച്ചിറ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. ഫെബ്രുവരി 13 ലോക അനീമിയ ദിനമാണ്. കുട്ടികളിൽ കാണപ്പെടുന്ന ഏറ്റവും സാധാരണമായുള്ള ഒരു രോഗാവസ്ഥയാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച. നമ്മുടെ രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണം കുറയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവയിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടോ ആണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാകുന്നത്. ശരീരത്തിലെ ഇരുമ്പിൻ്റെ അംശം കുറയുന്നതാണ് അനീമിയ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം. കൂടാതെ വൈറ്റമിൻ B12, ഫോളിക് ആസിഡ് എന്നിവ കുറയുന്നതുകൊണ്ട് അനീമിയ ഉണ്ടാകാം. വിരബാധയുള്ള കുട്ടികളിൽ അനീമിയ കൂടുതലായി കാണപ്പെടാം. രക്തം ശരീരത്തിൽ നിന്ന് കൂടുതൽ വാർന്നു പോകുന്ന അവസ്ഥകളുള്ളവർക്കോ ചില ജനിതക തകരാറുകൾ മൂലമോ മറ്റ് ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടോ വിളർച്ച അല്ലെങ്കിൽ അനീമിയ കാണപ്പെടാം. ചെറിയ തോതിലുള്ള അനീമിയ പോലും കുട്ടികളുടെ ഊർജം, ശ്രദ്ധ, പഠിക്കാനുള്ള കഴിവ്, ബുദ്ധിവികാസം എന്നിവയെ ബാധിക്കാം. ശാരീരികമായ ബലഹീനത ഉണ്ടാകാം, തളർച്ചയുണ്ടാകാം. അനീമിയ വളരെ കഠിനമാകുമ്പോൾ ചിലപ്പോൾ ഹൃദയമിടിപ്പ് കൂടുക, ശ്വാസം മുട്ടലുണ്ടാവുക, കൈകാലുകളിൽ നീര് വെക്കുക, തലകറക്കം മുതലായ ലക്ഷണങ്ങൾ കാണിക്കാം. കൂടാതെ ഈ കുട്ടികളിൽ പകർച്ചവ്യാധികൾ ധാരാളമായി കാണപ്പെടാം. ത്വക്കിന് അല്ലെങ്കിൽ തൊലിക്കുള്ള ഇളം നിറവും കൺപോളകളിലും നഖങ്ങളിലും സാധാരണയിൽ കുറഞ്ഞ ചുവപ്പ് കാണപ്പെടുന്നതുമാണ് പ്രധാനമായിട്ടുള്ള ശാരീരിക ലക്ഷണങ്ങൾ. വളരെ ചെറിയ പരിശോധനകൾ കൊണ്ട് തന്നെ നമുക്ക് വിളർച്ച നിർണ്ണയിക്കാൻ കഴിയും. എന്നിരുന്നാലും കൂടുതൽ ഗുരുതരമായ രോഗങ്ങളില്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ചിലപ്പോൾ വിദഗ്ധമായ പരിശോധനകൾ ആവശ്യമായി വരാം. വിളർച്ചയുണ്ടെന്ന് കാണപ്പെടുന്ന കുഞ്ഞുങ്ങളിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അയൺ അടങ്ങിയ അല്ലെങ്കിൽ ഇരുമ്പ് സത്ത് അടങ്ങിയ സിറപ്പുകളോ ഗുളികളോ പറയുന്ന കാലയളവിൽ നിശ്ചയമായും കഴിച്ചിരിക്കണം. ഇത് തടയാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഗർഭിണികൾ അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാർ അവരുടെ ഭക്ഷണത്തിൽ ഇരുമ്പ് സമ്പുഷ്ടമായ സാധനങ്ങൾ, ആഹാരപദാർത്ഥങ്ങൾ ചേർക്കാൻ കൂടുതൽ ശ്രദ്ധിക്കണം. 1 വയസ്സിന് ശേഷം മാത്രമേ കുഞ്ഞുങ്ങൾക്ക് പശുവിൻ പാൽ കൊടുത്തു തുടങ്ങാൻ പാടുള്ളൂ. ഇരുമ്പ് സത്ത് കൂടുതൽ അടങ്ങിയ ചീര, ഇലക്കറികൾ, എള്ള്, കപ്പലണ്ടി, മുന്തിരി, ശർക്കര, ഈന്തപ്പഴം എന്നിവ കുട്ടികളുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. മത്സ്യം, മാംസം എന്നിവയിലെ ഇരുമ്പ് പെട്ടെന്ന് ആഗിരണം ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ ഇരുമ്പിൻ്റെ ആഗിരണം കുറയ്ക്കുന്ന കാപ്പി, പാൽ, ചായ എന്നിവ പ്രധാന ഭക്ഷണത്തോടൊപ്പം കുഞ്ഞുങ്ങൾക്ക് നൽകരുത്. അതുപോലെ ഇരുമ്പിൻ്റെ ആഗിരണം കൂട്ടുന്ന വൈറ്റമിൻ C അടങ്ങിയ നെല്ലിക്ക, ഓറഞ്ച്, നാരങ്ങ എന്നിവ കുഞ്ഞുങ്ങളുടെ ആഹാര പദാർത്ഥങ്ങളിൽ കൂടുതൽ ചേർക്കാൻ ശ്രദ്ധിക്കണം. ഇത്രയും ചെയ്താൽ നമുക്ക് അനീമിയയെ തടഞ്ഞു നിർത്താൻ സാധിക്കും. നന്ദി, നമസ്കാരം.